ഇടത് സഹയാത്രികൻ ശ്രീ വാഹിദ് നാട്ടിക, ഇതിൽ ഏതെങ്കിലും തരത്തിലൊരു തോൽവി ഉണ്ടായിട്ടില്ല മോദി സർക്കാരിന്. കർഷക സമരത്തിൽ എന്ത് നടന്നു, എന്നിട്ടും ജനങ്ങൾ ഞങ്ങളെ ജയിപ്പിച്ചില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് BJP നേതാക്കന്മാർ. കേന്ദ്രമന്ത്രിയുടെ രാജി, എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കേണ്ടി വരുന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാട്, എന്നിട്ടും ഇതിലൊരു തോൽവിയില്ല എന്ന് എങ്ങനെയാണ് BJPക്ക് പറയാൻ കഴിയുന്നത് എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. ഇടതുപക്ഷം എങ്ങനെ കാണുന്നു? അല്ല, എനിക്കിതിൽ അത്ഭുതം തോന്നുന്നില്ല. കാരണം ഈ കളവിനാൽ സൃഷ്ടിക്കപ്പെട്ട ഒരു ആശയമാണ് ഈ സംഘപരിവാർ ആശയം എന്ന് പറയുന്നത്. അടിസ്ഥാനപരമായി അത് കളവിന്റെ ഒരു പര്യായമാണ്. അതിന്റെ ഒരു അന്തസത്ത തന്നെ അതാണ്. അതുകൊണ്ട് തന്നെ അവരിങ്ങനെ കളവ് പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പൊ എൻ്റെ BJP സഹയാത്രികനായ പ്രവാസി സുഹൃത്ത് ചോദിച്ച ചോദ്യങ്ങളിൽ അദ്ദേഹം പറയുന്നുണ്ട്, കുട്ടികളോട് ഞങ്ങൾ എന്ത് ചെയ്തു, കുട്ടികളുടെ ജനാധിപത്യ അവകാശത്തെ സംരക്ഷിച്ചു. ഈ CJP എന്ന പേരിൽ എത്ര പേജ് ഇറക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് അറിയാവോ? അതായത് ഈ സമരമൊക്കെ ആരംഭിക്കുന്നത് ഇങ്ങനെ പെട്ടെന്നൊരു ദിവസം കൊണ്ടുണ്ടായതല്ല. ഈ വിഷയങ്ങളൊക്കെ കുട്ടികൾ പല പ്ലാറ്റ്ഫോമുകളിൽ ഉന്നയിച്ചു. അത് ആദ്യത്തിൽ ഉന്നയിക്കുന്നത് ഈ CBSE പരീക്ഷയിൽ ഒരു കുട്ടി പുനഃപരിശോധനാ റിസൾട്ട്, ആ പുനഃപരിശോധനാ റിസൾട്ട് അവൻ ചോദിച്ചപ്പോ അവന് കിട്ടിയത് വേറെ ആരുടെയോ പേപ്പറാണ്. അപ്പൊ അവൻ അതിനെക്കുറിച്ച് ഇതിട്ടു. ഉടൻ അവനെ രാജ്യദ്രോഹിയാക്കി. അതിനൊക്കെ കുറിച്ചുകൊണ്ട് ഒരുപാട് പേർ, സോഷ്യൽ മീഡിയയിൽ ആക്ടിവിസ്റ്റുകളായിട്ടുള്ള ഒരുപാട് പേര് ഈ വിഷയത്തെ ഉന്നയിച്ചു. അന്ന് ഇവർ പറഞ്ഞ എന്താ, ഈ പേജ് മുഴുവൻ ബംഗ്ലാദേശിൽ നിന്നാണ്, പാകിസ്ഥാനിൽ നിന്നാണ്, ബർമേന്നാണ്, നേപ്പാളിൽ നിന്നാണ്, ഇങ്ങനെയൊക്കെയുള്ള ലോകത്തുള്ള മുഴുവൻ രാഷ്ട്രങ്ങളുടെ പേരും പറഞ്ഞു. ഇന്ത്യയിൽ നിന്ന് 1%, 2%, ഇതിനൊക്കെ. എന്നിട്ട് എത്ര പേജ് ഇവർ പൂട്ടിച്ചു എന്നറിയോ? അതായത് എവിടെ അന്ന് സമരത്തിനെ കുറിച്ചൊന്നും ഒരു സംസാരം പോലും ഇല്ല കേട്ടോ. ഞാൻ ഈ സോഷ്യൽ മീഡിയ ഇതിന്റെ തുടക്കകാലം തൊട്ട് തന്നെ ഈ പേജ് തുടരുകയും എന്ന് മാത്രമല്ല ആ പേജ് ഞാൻ എൻ്റെ പേജിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് തുടക്കം മുതൽ. അത് ചെയ്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിലാണ് ഈ നീറ്റിന്റെ പരീക്ഷയെ കുറിച്ച്. കാരണം ഞാൻ ഒരു രക്ഷകർത്താവാണ്. നീറ്റ് പരീക്ഷ എഴുതി മെഡിസിൻ അഡ്മിഷൻ കിട്ടിയിട്ടുള്ള ഒരു മകളുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ എനിക്കറിയാം എന്താ ഈ പരീക്ഷയുടെ കഷ്ടപ്പാടെന്നുള്ളത്. ഇത് അവള് 2 പ്രാവശ്യം ശ്രമിച്ചിരിക്കുമ്പോൾ അതിനെ കൂടെ നിൽക്കേണ്ടി വന്ന ഒരു രക്ഷിതാവ് എന്നുള്ള നിലക്ക് എത്ര കഷ്ടപ്പാടാണ് ഈ നീറ്റ് പരീക്ഷ ഒന്ന് എഴുതിയെടുക്കാം എന്നുള്ളത്. വാഹിദ് അത് അംഗീകരിക്കുന്നു. നീറ്റ് എഴുതിയ ഒരു മകളുടെ രക്ഷിതാവ് എന്ന രീതിയിൽ വാഹിദ് അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഒരു ഇടത് സഹയാത്രി എന്ന രീതിയിൽ ചോദിക്കുമ്പോൾ കേരളത്തിലെ ലോക് ഭവനിലേക്ക്, പോസ്റ്റ് ഓഫീസുകളിലൊക്കെ SFI കടുത്ത സമരം നടത്തി. പക്ഷേ ഈ ഡൽഹിയിൽ സമരം നയിച്ച CJPക്ക് ഒരു പൂർണ്ണ പിന്തുണ, അതായത് കോൺഗ്രസ് കൊടുത്തപോലെ ഒരു പൂർണ്ണ പിന്തുണ കൊടുക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല. കോൺഗ്രസ് കൊടുത്തതുപോലെ എന്ന് തന്നെയാണ് ഞാൻ എടുത്തു പറയുന്നത്. അതെന്തുകൊണ്ടായിരിക്കും? എങ്ങനെ നിങ്ങൾക്കിത് പറയാൻ തോന്നുന്നു എനിക്ക് മനസ്സിലാവണില്ല. ഈ സമരം ആരംഭിച്ച് ഈ CJP പേജ് രൂപീകരിച്ച് ഈ സമയത്ത് ഞാൻ ഈ പ്രചരണമൊക്കെ നടത്തുമ്പോൾ തന്നെ ഞാൻ ഈ CPIM-മായി ബന്ധമുള്ള ആളുകളോട് ഇതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചിരുന്നു. അതായത് എന്താണ് പാർട്ടിയുടെ നിലപാട് ഈ CJPയെ സംബന്ധിച്ച്. അന്ന് തന്നെ വളരെ ക്ലാരിഫൈ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇത്തരം മൂവ്മെന്റുകൾ കുട്ടികളുടെ അവകാശമാണ് ഉന്നയിക്കുന്നത്, അത് ജനാധിപത്യ വിരുദ്ധമായി ഇതാകുകയാണ്. അതുകൊണ്ട് തന്നെ SFI അടക്കം ഈ സമരത്തിന്റെ ഭാഗമായി വരുന്നു. അങ്ങനെ ഈ CJP ദീപക് വരുന്ന സമയത്ത് ആദ്യമായിട്ട് അദ്ദേഹം വരുന്നതിന് തലേ ദിവസം അദ്ദേഹം പോസ്റ്റ് ഇടുമ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു, ഞാൻ ഇന്ന ദിവസം വരികയാണ്, എനിക്കറിയില്ല എന്നെ അവിടെ നിന്ന് തന്നെ ഒരു ജയിലിലേക്ക് കൊണ്ടുപോകുമോ എന്ന് മാത്രമല്ല അദ്ദേഹം സ്വീകരിക്കാൻ വരുന്നവർ പിന്നെ വരണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇടേണ്ടി വന്നു. കാരണം അത്രയും ആൾക്കൂട്ടം എയർപോർട്ടിലൊക്കെ വരുമെന്നുള്ള പ്രതീക്ഷിച്ചിട്ട്. എന്നിട്ട് അദ്ദേഹം ഈ സമരവും ായിട്ട് മുന്നോട്ട് പോയി ഈ ജന്തർ മന്ദിറിൽ എത്തിയപ്പോൾ ആദ്യമായി എത്തിയത് ഇടതുപക്ഷ നേതാക്കളാണ്. ഇപ്പോഴൊന്നുമല്ല, തുടക്കത്തിൽ MA ബേബി ഉൾപ്പെടെ, ശൈലജ ടീച്ചർ ഉൾപ്പെടെ, പിന്നീട് ഈ സമരത്തിന്റെ ശരി, അത് ഞാൻ ആ തുടക്ക ദിവസം ഓർമ്മയുണ്ട്. SFI അത് പിന്നീട് കോൺഗ്രസ് ആ പിന്തുണ ഹൈജാക്ക് ചെയ്തോ? അല്ലല്ല, കോൺഗ്രസ് വരുന്നത് ലാസ്റ്റ് ഡേയിലാണ്. കോൺഗ്രസ് ഒരു എന്താണ് നമ്മുടെ ഇയാളുടെ
ബർത്ത്ഡേ ആണെന്ന് വിളിപ്പിച്ചിട്ടാണ് ഈ നമ്മുടെ, അല്ലെങ്കിൽ ഇപ്പൊ സതീശനൊക്കെ ഉണ്ടോ പോകാൻ പോണ് മോദിക്കെതിരെ സമരം ചെയ്യാൻ, സതീശനെ ഒക്കെ വിളിച്ചു വരുത്തി ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ട് വിളിച്ചു വരുത്തി. പിന്നെ അതൊരു രാഹുൽ ഗാന്ധിയുടെ വിൽ പവറിൽ രാഹുൽ ഗാന്ധി ഏറ്റെടുത്തു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതിൽ രാഹുൽ ഗാന്ധി അംഗീകരിക്കാതെ വയ്യ. പക്ഷെ അതിനൊക്കെ മുമ്പ് നിങ്ങൾക്കിത് അതൊന്നാമത് കേരളത്തിലെ മാധ്യമങ്ങൾ, എനിക്ക് തോന്നുന്നു ബിഗ് ടി വി ആയിരുന്നു പിന്നെയും ഈ വിഷയത്തെ 1-2 പ്രാവശ്യം ചർച്ച ചെയ്തത്. ഗോദി മീഡിയ പൂർണ്ണമായിട്ടും നിരസിച്ചു. കേരളത്തിലെ ഈ വലതുപക്ഷ മീഡിയകളും വലിയ നിലയിലൊന്നും ഇതിനൊന്നും കാണിക്കാതിരുന്നു എന്നുള്ളതാണ്. ഇതിന്റെ തുടക്ക കാലഘട്ടത്തിൽ 1-2 ചാനൽ ചർച്ചകളിൽ ഐ മീൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇവിടെയുള്ള ലോക്കൽ റേഡിയോ ചർച്ചകളൊക്കെ ഞാൻ പങ്കെടുത്തപ്പോൾ ഞാനത് പറയുക കൂടി ചെയ്തു. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പോലും ഇതൊരു വിഷയമാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോ അതിനുശേഷം ഈ സമരത്തിന്റെ ഒപ്പം ഇത് അപ്പൊ ഞാനിപ്പോ ഇടതുപക്ഷത്തിന് വലിയ അവകാശവാദം ഉന്നയിക്കുക ഇതൊന്നുമല്ല. കാരണം ഇടതുപക്ഷം ഇന്ത്യയിലെ വലിയ ശക്തിയോ വലിയ ഇതൊന്നുമല്ല, വളരെ ചെറിയൊരു പാർട്ടിയാണ്. പക്ഷേ അതിന് ചെയ്യാകുന്നതിന്റെ മാക്സിമം അതും ചെയ്തിട്ടുണ്ട് ഈ കോൺഗ്രസ്. ഞാൻ അതിൽ രാഹുൽ ഗാന്ധിയെ അഭിനന്ദിക്കുകയാണ്, ഒരു സംശയവും വേണ്ട. രാഹുൽ ഗാന്ധി ആ സമയത്തെടുത്ത ഞാൻ സത്യത്തിൽ നല്ല ഭയമുണ്ടായിരുന്നു ഈ സമരം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ. കാരണം കുട്ടികൾ ഇങ്ങനെ രമ്പാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. ഈ ഗോദി മീഡിയകൾ കാണിക്കുന്നുണ്ടായിരുന്നില്ല ഇവര് ഈ മെട്രോ സ്റ്റേഷൻ അടക്കലും ഇവരിങ്ങനെ ഇത് ആദ്യം ഇവർ ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പേജ് പൂട്ടിക്കലും മാത്രമല്ല, ഇവര് ബോധപൂർവം ഈ പേജിനെ, ഇവർക്ക് ഭയങ്കര കഴിവാണല്ലോ, അൽഗോരിതം സെറ്റ് ചെയ്തിട്ട് ഈ പേജിനൊക്കെ ഡൗൺ ആക്കൽ. അതായത് ഈ പേജൊക്കെ സ്ഥിരം ഫോളോ ചെയ്യുകയും ചെയ്യുകയൊക്കെ ചെയ്തതിന്റെ പേരിൽ എനിക്കൊക്കെ കൃത്യ അപ്ഡേറ്റ് വന്നിരുന്നു. കുറച്ച് ദിവസത്തിൽ ഇപ്പൊ ഈ അപ്ഡേറ്റ് കാണാതായി. മനസ്സിലായി വാഹിദ്. യെസ്, റൈറ്റ്. രാഹുൽ ഗാന്ധിയുടെ ഇടപെടൽ ആ രീതിയിൽ തന്നെ ശ്ലാഘനീയമായിട്ടുള്ള ഒന്ന്. രാഹുൽ ഗാന്ധിയെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല എന്ന് കേരളത്തിലെ ഇടതുപക്ഷം കൂടി പറയുമ്പോൾ അത് BJP ഏത് തരത്തിലാണ് കാണുന്നത്? വരും തെരഞ്ഞെടുപ്പുകളിൽ എന്തായിരിക്കും സംഭവിക്കുക ജൻസി വോട്ടുകൾ എന്നൊരു ചോദ്യം കൂടി. Big TV, without fear or favor.